ആരാധകരെ ശരിക്കും ആവേശമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആദ്യം ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ ശരിക്കും ആരാധകരെ ഒന്ന് ഞെട്ടിപ്പിക്കുകയുണ്ടായി. കൗബോയ് ഹാറ്റൊക്കെ വെച്ച് കൗബോയ് സ്റ്റൈലിൽ അങ്ങ് ഹോളിവുഡിൽ നിന്നും ഒരു ചിത്രം. അമേരിക്കയിൽ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ പോയ മോഹൻലാൽ അവിടെ ഫൈനൽ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നിന്നും മോഹൻലാൽ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ ഞെട്ടലോടെയാണ് അത് ഏറ്റെടുത്തത്. തൊട്ടു പിന്നാലെ മോഹൻലാൽ മറ്റൊരു ചിത്രം കൂടി പങ്കുവച്ചു. ഇതേ കൗബോയ് ലുക്കിൽ സാക്ഷാൽ ഫഹദ് ഫാസിലിനൊപ്പം. ഫഹദ് ഫാസിലും മോഹൻലാലും ഒപ്പമാണ് ഫുട്ബോൾ കാണാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ സ്റ്റീഫൻ ദേവസി അടക്കം ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ മോഹൻലാൽ പങ്കുവച്ച ചിത്രമാണ് ഏറ്റവും കൗതുകമാകുന്നത്. ഒരു ഗുഡ് കമ്പനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഈ ചിത്രം പങ്കുവച്ചതും. മോഹൻലാലുമായി ഇത്രയും മികച്ചൊരു കമ്പനി അത് ഫഹദ് ഫാസിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. രണ്ട് തലമുറയിലുള്ള നായകന്മാരാണ്. ഒന്ന് ഫഹദിന്റെ അച്ഛൻ കൊണ്ടുവന്ന നായകനും അതേ നായകനെ കൊണ്ടുവന്ന ആളുടെ മകനും. ഇതൊരു വ്യത്യസ്ത കോമ്പിനേഷനാണ്. പണ്ട് മുതലേ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഫഹദ് ഫാസിൽ മോഹൻലാൽ കോംബോ ഒന്നിക്കുക എന്നത്. ഒരു സിനിമയിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി ആരാധകർ പോലും പ്രേക്ഷകർ പോലും ഒരേപോലെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കൗബോയ് ഹാറ്റൊക്കെ വെച്ച് മോഹൻലാൽ എത്തിയപ്പോൾ തൊട്ടു പിന്നാലെ ഫഹദും കൗബോയ് ഹാറ്റൊക്കെ വെച്ച് സിമ്പിളായിട്ട് മോഹൻലാലിനൊപ്പം നിന്നിരിക്കുകയാണ്. രണ്ട് കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇവരുടെ ഈ ഫോട്ടോയും. എന്നാൽ അവിടെ തീരുന്നില്ല ഓരോ പ്രേക്ഷകന്റെയും സന്തോഷം എന്നതാണ്. മലയാള സിനിമയിൽ രണ്ട് അതുല്യ താരങ്ങൾ മോഹൻലാലും ഫഹദ് ഫാസിലും ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ കാണുന്ന ചിത്രങ്ങൾ ആരാധകർ ശ്രദ്ധ പിടിച്ചുപറ്റിയതായിരുന്നു. സ്റ്റീഫൻ ദേവസ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ആദ്യം നടന്ന ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ മത്സരവും തുടർന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടവും ഇവർ ഒരുമിച്ച് സ്റ്റേഡിയത്തിൽ നിന്നും ആസ്വദിച്ചിരുന്നു. ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് മോഹൻലാലിന്റെ സ്റ്റൈലിഷ് ലുക്കുകളാണ്. അതിന് പിന്നാലെയാണ് കൗബോയ് ലുക്കും എത്തിയത്. വെള്ള നിറത്തിലുള്ള എംബ്രോയിഡറി ഷർട്ടും കറുത്ത കൗബോയ് ഹാറ്റും ധരിച്ച മോഹൻലാലിന്റെ ലുക്ക് ആരാധകർക്ക് ഒരു ഹോളിവുഡ് വെസ്റ്റേൺ സിനിമയിലെ നായകനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതേസമയം ഫഹദ് ഫാസിൽ വെളുത്ത കൗബോയ് ഹാറ്റും കാഷ്വൽ ലുക്കിലുമാണ് എത്തിയത്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യുകയാണ്. സ്റ്റീഫൻ ദേവസി ആദ്യം ഇവർ ഒരുമിച്ചുള്ള പല ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. ഡാളസിലെ സ്റ്റേഡിയത്തിൽ എന്തൊരു ദിവസമായിരുന്നു. ലാലേട്ടനും സുജി ചേച്ചിക്കും ഒപ്പമുള്ള ഫ്രാൻസ് സ്പെയിൻ മത്സരം ഈ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കി. തുടർന്ന് ലാലേട്ടനും ഫഹദും സുഹൃത്തുക്കളുമൊത്ത് അർജന്റീന ഇംഗ്ലണ്ട് മത്സരം കണ്ടത് ഫിഫ ലോകകപ്പ് അനുഭവത്തെ കൂടുതൽ അവിസ്മരണീയമാക്കി. മോഹൻലാലിന്റെ ഫുട്ബോൾ പ്രണയത്തെക്കുറിച്ചായിരുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. 2014 ബ്രസീലിലും 2022 ഖത്തറിലും അർജന്റീനയുടെ മത്സരങ്ങൾ നേരിട്ട് കണ്ട അദ്ദേഹം ഇത്തവണയും ലോകകപ്പിന്റെ ആവേശം വിട്ടുകളയാതെ അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അർജന്റീനയുടെ സെമി ഫൈനലിലും അദ്ദേഹം സ്റ്റേഡിയത്തിൽ നിന്ന് ടീമിനെ പിന്തുണച്ചത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അമേരിക്കയിൽ ചെലവഴിക്കുന്ന ഇവർ അവരുടെ നിമിഷങ്ങൾ, മനോഹരമായ നിമിഷങ്ങൾ ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ് ഓരോ ആരാധകരും. മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന രണ്ട് പേരാണ് മോഹൻലാലും ഫഹദ് ഫാസിലും. ഇന്നലെ ഒരു ഫോട്ടോ പങ്കുവച്ചതോടുകൂടി ചർച്ചകൾ വലിയ രീതിയിൽ കൊഴുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇരുവരുടെയും പുതിയ ലുക്കുകളും ഫിഫ ലോകകപ്പിലെ വൈറൽ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ ആരാധകർ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. ഇരുവരുടെയും വരാനിരിക്കുന്ന സിനിമകൾ തന്നെ. ഈ സിനിമകൾ മലയാള സിനിമയുടെ അടുത്ത വലിയ ആഘോഷമാകുമോ എന്നതാണ് നോക്കുന്നത്. കൗബോയ് ലുക്കിൽ എത്തിയ ലാലേട്ടന്റെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. എന്നാൽ ആരാധകർ കൂടുതൽ ആവേശത്തിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളാണ്. ഓരോ പ്രോജക്റ്റിനും വ്യത്യസ്തമായ ലുക്ക്, വ്യത്യസ്തമായ കഥാപാത്രം, വലിയ സ്കെയിൽ. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അടുത്ത റിലീസുകൾക്കായി വലിയ കാത്തിരിപ്പാണ്. അതേസമയം ഫഹദ് ഫാസിലിനും തിരക്കേറിയ വർഷമാണ്. തെലുങ്കിൽ അദ്ദേഹത്തെ നായകനാക്കി ഒരുക്കുന്ന ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന ഫാന്റസി ചിത്രത്തിന്റെ ടീസർ ഇതിനകം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതോടൊപ്പം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ പുതിയ ചിത്രത്തിലും പ്രധാന കഥാപാത്രമായി ഫഹദ് എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ. അങ്ങനെ ചില ഹൈപ്പുകളും വന്നിട്ടുണ്ട്. ചിത്രീകരണം പൂർത്തിയായതായും ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഉടൻ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതൊരു ഭാഗത്തേക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച മോഹൻലാലും ഫഹദ് ഫാസിലും ഒരുമിച്ച് വീണ്ടും ഒരു സിനിമ സംഭവിക്കുമോ എന്നതാണ്. ഈ ചിത്രം കൂടെ കണ്ടപ്പോൾ അവർക്കൊന്നുകൂടെ താല്പര്യം കൂടിയിട്ടുണ്ട്. ഇരുവരും ഒന്നിച്ചെത്തുമ്പോൾ അഭിനയത്തിന്റെ മറ്റൊരു തലമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. വലിയ സംവിധായകരുടെ പുതിയ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കോമ്പിനേഷൻ വീണ്ടും സംഭവിക്കുമോ എന്ന പ്രതീക്ഷയും ശക്തമാണ്. ഒരു വശത്ത് മോഹൻലാലിന്റെ മാസ് പ്രോജക്റ്റുകൾ, മറ്റൊരു വശത്ത് ഫഹദ് ഫാസിലിന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഇരുവരും കരിയറിലെ മികച്ച ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ അടുത്ത കുറച്ചു മാസങ്ങൾ മലയാള സിനിമയ്ക്ക് വലിയ ആഘോഷമാകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത് ആരുടെ സിനിമയ്ക്കായാണ്? മോഹൻലാലോ ഫഹദ് ഫാസിലോ, അല്ലെങ്കിൽ ഇരുവരും ഒന്നിച്ചെത്തുന്ന ഒരു സിനിമയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ.